ആയിട്ടാണ് വന്നത്. എവിടെ പോയി കെരാറ്റിനൊക്കെ ചെയ്ത് അല്ലെ, കെരാറ്റിൻ ശരിയാവാതെ കുളമായിട്ടാണ് വന്നത് ഫസ്റ്റ്. അപ്പൊ വന്ന് ഫസ്റ്റ് കെരാറ്റിനൊക്കെ ചെയ്ത് പോയില്ലോ. ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ നമ്മൾ വന്ന് ചെയ്തു പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചെയ്തു പോയതിന് ശേഷമുള്ള ചെയ്ത് പോയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 4 മാസത്തില് 4 മാസം എന്റെ ഹെയർ ആക്ച്വലി എന്റെ സ്കാൽപ്പ് ഭയങ്കര ഓയിലിയാണ്. മേ ബി അതിനേക്കാൾ നിൽക്കുമായിരിക്കാം. എൻ്റെ സ്കാൽപ്പിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്കൊരു 4 മാസം 5 മാസം വരെ എക്സ്റ്റെൻഡ് ആയി. സെക്കൻഡ് ടൈം റൂട്ട് ടച്ചിനാണ് വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ചെയ്ത ഹെയർ അങ്ങനെ തന്നെ കിടക്കും. അതെ 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 എന്റെ ഗ്രോത്ത് ആണ്, ഹെയർ ഗ്രോത്ത് ആണ് റൂട്ട് ടച്ചിന് വേണ്ടി വന്നത്. അല്ലാണ്ട് വേറെ എനിക്ക് യാതൊരു ഡാമേജോ അല്ലെങ്കിൽ ഡ്രൈനെസ്സോ അങ്ങനെയൊന്നും എനിക്കുണ്ടായില്ല. സർവീസിൽ ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും, അതുകൊണ്ടാണല്ലോ വീണ്ടും വരുന്നത്. ഇനിയും വരും. താങ്ക് യു. എല്ലാവർക്കും റെക്കമെൻഡും ചെയ്യുന്നുണ്ട്. ശരി, ഒരു കാണിക്കുകയാണ് ഒരു ഹാപ്പി ആയിട്ടുള്ള കെരാറ്റിനാണ് നമ്മൾ ചെയ്ത്. പക്ഷെ ചെയ്ത ഇത്രയും മുടി മുമ്പ് ഫസ്റ്റ് ടൈം ചെയ്ത ഹെയർ തന്നെയാണ്. ഇപ്പൊ 5 മാസമായി ഇത് ചെയ്തിട്ട്. ഇപ്പൊ റൂട്ട് മാത്രമാണ് നമ്മൾ രണ്ടാമത് ഇപ്പൊ ടച്ചപ്പ് ചെയ്തത്. പക്ഷെ താഴത്തെ മുടിയിൽ ഒന്നും ചെയ്തിട്ടില്ല. അത് ആദ്യം ചെയ്ത ഹെയർ തന്നെയാണ്. പക്ഷെ ആ ഡാമേജസ് എല്ലാം ആദ്യം ഫസ്റ്റ് ടൈം വരുമ്പോൾ ഭയങ്കര ഡാമേജ് ആയിരുന്നു ഹെയർ. അതെല്ലാം ഡാമേജ് എല്ലാം മാറി ഇപ്പൊ ഹെയർ നല്ല എക്സലന്റ് ആയിട്ട് കിടപ്പുണ്ട്. താങ്ക് യു. Thank you.